9 മാസം ഞാൻ വാദിക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു അടിച്ചത്. കഴിഞ്ഞ കുറെ ദിവസമായി സോഷ്യൽ മീഡിയ പുകഞ്ഞോണ്ടിരിക്കുകയാണ്. പ്രവീൺ പ്രണവ് ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്? പലരും പല നിഗമനങ്ങളും എത്തിയിരുന്നു. പ്രവീണാണ് പ്രശ്നക്കാരൻ, കുറെ പേര് പറഞ്ഞു പ്രണവ് അതായത് കൊച്ചുവാണ് കുറ്റക്കാരൻ. അങ്ങനെ പല പല അനുമാനങ്ങളായിരുന്നു. എന്താണെങ്കിലും അനുമാനങ്ങൾക്കെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് പ്രവീൺ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു? ആരുടെ കാലുമുണ്ട്. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു അടിച്ചതാ. മാലയും പൊട്ടി അവിടെ ഇറങ്ങിപ്പോൻ പറഞ്ഞില്ലേ? അച്ഛനും അമ്മ ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. 9 മാസം ഞാൻ വാദിക്കുമ്പോഴെങ്കിലും ഒന്ന് അടി നിർത്തുമായിരിക്കും. എനിക്ക് ഇവിടെ ഒരു ചവിട്ട് കിട്ടി കേട്ടോ. ഇവരുടെ ഫാമിലി വ്ലോഗിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സ്നേഹം, ഹണിമൂൺ ട്രിപ്പിന് വരെ ഒരുമിച്ച് പോകുന്നു, അങ്ങനെ പല പല പ്രകടനങ്ങളായിരുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. വീഡിയോ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ, പ്രവീണിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൃദുലയുടെ ഒരു അവസ്ഥ കണ്ട, മൃദുലയുടെ കരച്ചില് കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അല്ലെ. ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ വീട്ടുകാര് 3 പേരും കൂടിയിട്ട് ഒന്നിച്ച് ഇവരെ തള്ളി എറിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവീൺ ഭാര്യനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അത് തന്നെ നല്ലൊരു കാര്യം. അതില് മൃദുല ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചു അതായത് പ്രണവ് ഇട്ട വീഡിയോയിൽ പ്രണവ് പറയുന്നുണ്ട്, അവൻ എന്റെ ചേട്ടനാണ്, ഞാൻ അവന്റെ അനിയനാണ്, ഞങ്ങൾ പ്രശ്നങ്ങളെല്ലാം മറക്കാൻ തയ്യാറാണ്. അതേപോലെ അച്ഛനും പറയുന്നുണ്ട് ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ച് തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന്. പക്ഷെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു കെട്ടിപ്പിടുത്തം കൊണ്ടൊന്നും ഈ പ്രശ്നം മാറാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ വനിതാ കമ്മീഷനോ പോലീസോ സ്വയമേ കേസെടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഒരു ഗർഭിണിക്കെതിരെയാണ് ഇവർ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഷർട്ട് വലിച്ചു കീറി മുണ്ടു പറിച്ചും ഒരാളെ അച്ഛനും അനിയനും കൂടി ചേർന്നിട്ട് മർദ്ദിക്കുക, അതേപോലെ ചുണ്ടെല്ലാം പൊട്ടി കൈക്കൊക്കെ പരിക്കേറ്റ് ഒരു ദയനീയ അവസ്ഥയിലാണ് പ്രവീൺ ഉള്ളത്. വീഡിയോയിൽ എല്ലാവരും കണ്ടു കാണും. അതുപോലെ മൃദുലയുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് മനസ്സിന് സമാധാനവും സന്തോഷവും വേണ്ട പെൺകുട്ടി ഈ ഒരു കുടുംബ വഴക്കിന്റെ മേല് എത്രമാത്രം ദുഃഖമാണ് അനുഭവിച്ചിട്ടുള്ളത്. അതിലിപ്പം ഏക ഒരു സമാധാനം എന്ന് പറയുന്നത് മൃദുലയ്ക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഹസ്ബൻഡിനെയാണ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഭാര്യനെ കട്ട സപ്പോർട്ട് ചെയ്തിട്ട് പ്രവീൺ നിൽക്കുന്നുണ്ട്. വീഡിയോ കണ്ടപ്പോൾ നമുക്കും അതേപോലെ പ്രവീണും പറയുന്നുണ്ട്, ഒരു ഗർഭിണിയോടും ആരും ചെയ്യാൻ പറ്റാത്ത ക്രൂരതയാണ് പ്രവീണിന്റെ അച്ഛനും അമ്മയും അനിയനും കൂടി മൃദുലയോട് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മൃദുല താഴെ വീണ് കിടക്കുന്ന സമയത്ത് പ്രവീണിന്റെ അമ്മ അടുത്തിരുന്നിട്ട് പോലും അമ്മ ഒരു കൈ കൊടുത്ത് മൃദുലയൊന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാനോ പോലും ശ്രമിച്ചില്ല എന്നാണ്. അപ്പൊ ഇതിൽ മൃദുല പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല, മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നത് ഇഷ്ടമല്ല. എന്താണിത്? അവനവന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കരുത് എന്ന് പറയാൻ തക്ക വണ്ണം എന്താണ് അവിടെയുള്ളത്? ഇതിൽ പ്രവീൺ തന്നെ പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് പോലും ഇടാൻ സമ്മതിക്കുന്നില്ല എന്ന്. എന്താണല്ലേ? അന്നെടുത്ത് കാല് കുത്തി അന്ന് എന്റെ കുടുംബം എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു എവിടെ പോകുന്നു? ഇവിടെ ആർക്കൊണ്ടാക്കിയിട്ടില്ല പോകുന്നു. ആ ഇല്ല പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. കല്യാണത്തിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്ന് കയറിയ പെണ്ണ് കൊള്ളില്ലാത്തതുകൊണ്ടാണ്, അവള് വന്ന് കയറിയതോടുകൂടിയാണ് ഈ കുടുംബം ഇങ്ങനെയായത് എന്ന് പറയുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വിവരദോഷികൾ ഇപ്പോഴും ഉണ്ട്. ആൺമക്കള് കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടികളെ സ്വന്തമായി കാണാനും സ്നേഹിക്കാനും പരിഗണിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ആൺമക്കളുള്ള അമ്മമാരൊന്നും ഇവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. എന്തിനാണ് ഇവരെ കല്യാണം കഴിപ്പിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ തകർക്കുന്നത്? നിങ്ങൾക്ക് പറ്റില്ലേ? നിങ്ങളുടെ മകനെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കരുത്.
വന്നു കയറിയ പെണ്ണിന്റെ കൈപ്പിഴിയാന്നും പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ആ പെണ്ണിന്റെ തലയിലേക്ക് ഇട്ട് വെക്കുന്ന അമ്മായിമ്മമാർ ഒരുപാടുണ്ട്. എല്ലാ അമ്മായിമ്മമാരും അല്ല കേട്ടോ, ചില അമ്മായിമ്മമാരുണ്ട്. എന്നാൽ ഇവരുടെ അമ്മായിമ്മമാർ ഇങ്ങനെ താണ് കേണ് വണങ്ങിയാണ് നോക്കിയിരുന്നെങ്കിലോ അതുമല്ല. എന്നിട്ട് ലോകത്താർക്കും ഇല്ലാത്ത നിയമങ്ങളും ഉപാധികളുമാണ് ഇവർക്കുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട പ്രശ്നങ്ങൾ ഇപ്പൊ നാട്ടിലല്ല കേരളം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതേപോലെ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ അത് പരിഹരിക്കാൻ വേണ്ടി നോക്കുക. ആരുടെ ഭാഗത്ത് തെറ്റാണെന്നുണ്ടെങ്കിലും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും ചിലപ്പോൾ നിന്നൂന്ന് വരത്തില്ല. ഇപ്പം പലരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എൻഡിങ് എങ്ങനെയാകുന്നുള്ളത് ഒരു ഊഹവും ഇല്ല. എന്താണെങ്കിലും ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല.